ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഓട്ടോ ഡ്രൈവ്. സോ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് എംഐയുടെ MT15 വേർഷൻ 2 റിവ്യൂ ചെയ്യാൻ പോകുന്നത്. രണ്ട് വേരിയൻസിലാണ് ഇറങ്ങിയിരിക്കുന്നത്. സോ നമ്മുടെ ഏറ്റവും ബേസ് വേരിയൻ്റ് ഉള്ളത്. ടോപ്പ് എൻഡിൽ വരുമ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് അതേമാതിരി അലോയ് വീൽസിലൊക്കെ കളേഴ്സ് വരും, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി വരും. സോ നമുക്ക് എന്തായാലും നമ്മുടെ ചിലപ്പോൾ ബേസ് വേരിയൻ്റ് ആണ്. സോ നമുക്ക് എന്തായാലും റിവ്യൂയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഫ്രണ്ട് ഡിസൈൻ നോക്കുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു MTയുടെ ഫ്രണ്ട് ഫേസ് എപ്പോഴും ഭയങ്കര ഐ ക്യാച്ചിങ് ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. വേറെ അപ്ഡേഷൻസ് ഒന്നും വന്നിട്ടില്ല. നല്ലൊരു ഗ്ലോസി ബ്ലാക്ക് കളറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇത് നോർമലി ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുള്ളത്. ഫുൾ ഓപ്ഷൻ മീൻസ് ടോപ്പിന് വരുമ്പോൾ LED ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം വരുന്നുണ്ട്. പിന്നെ സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഗോൾഡൻ മിക്സ് കളറാണ് കൊടുത്തിരിക്കുന്നത്. അപ്സൈഡ് ഡൗൺ ടെലസ്കോപ്പിക് അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്കിംഗ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു ഡ്യുവൽ ചാനൽ ABS ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുള്ളത്. 282 mm റോട്ടറും കാരണമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അലോയ് വീൽസ് വന്നിട്ടുണ്ട്. നമുക്ക് ടയർ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ തന്നെ ഒരു 17 ഇഞ്ച് ടയേഴ്സ് വന്നിട്ടുള്ളത്. 100/80 17 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സാണ് വന്നിട്ടുള്ളത്. എപ്പോഴും നമുക്ക് ഫേസ് നോക്കുമ്പോൾ ഭയങ്കര ഐ ക്യാച്ചിങ് ആയിട്ടുള്ള ഫേസാണ്. കാരണം LED ഹെഡ് ലാമ്പ് നോക്കുമ്പോൾ തന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് വന്നിട്ടുള്ളത്. ഇതിൽ തന്നെ ഡിമ്മും ബ്രൈറ്റർ ഇതിൽ തന്നെ വന്നിട്ടുള്ളത്. നല്ല വെട്ടം കിട്ടുന്ന ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ 2 DRLs ശരിക്കും ഒരു റോബോട്ടിക് ഫേസ് പോലത്തെ ഒരു 2 ഐസ് പോലുള്ള ലുക്കാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സൈഡ് വൈസ് ഒക്കെ നോക്കുമ്പോൾ തന്നെ കുറച്ചും കൂടിയും ടാങ്കിൻ്റെ ഈ സൈഡ്സിൽ നമുക്ക് കുറച്ചുകൂടി തൈ ഭാഗം വെക്കുന്ന ഒരു പാഡ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ യമഹയുടെ ബാഡ്ജിങ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. MT15 എന്ന നെയിമിംഗ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് റേഡിയേറ്ററിന് ചെറിയൊരു പ്രൊട്ടക്ഷൻ പോലെ ഗാർഡ് വന്നിട്ടുണ്ട്. ഐ മീൻ മെറ്റലും കാണണമെന്നല്ല, റേഡിയേറ്ററിന് കുറച്ചും കൂടിയും ഒരു പ്രൊട്ടക്ഷൻ വേണ്ടി ഒരു ഗാർഡ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഫ്രെയിം കാണാൻ എല്ലാം കുറച്ചുകൂടി വിസിബിൾ ആണ്. ഡെൽറ്റ ബോക്സ് ഫ്രെയിമാണ് വന്നിട്ടുള്ളത്. നമുക്ക് R15 ഡെൽറ്റ ബോക്സ് ഫ്രെയിം കാണാൻ വരുന്നത്. പിന്നെ നമുക്ക് സ്വിംഗ് ആമ ഒക്കെ നോക്കുമ്പോൾ തന്നെ അലുമിനിയം സ്വിംഗ് ആമ വന്നിട്ടുള്ളത്. പിന്നെ എഞ്ചിൻ്റെ ലോവറിൽ തന്നെ ഒരു എഞ്ചിൻ പ്രൊട്ടക്ഷൻ ഗാർഡ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി അവിടെ ഒരു എഞ്ചിൻ ഹിറ്റ് കുറച്ചുകൂടി നമുക്ക് ഒരു ഒബ്സ്റ്റക്കിൾസിനൊക്കെ നമുക്ക് കുറച്ചുകൂടി സേഫ്റ്റി കാണാനാണ്. കാരണം അവിടെ നമുക്ക് ടാങ്കും കാണാനൊക്കെ ചെറിയ ടാങ്കും കാണാനൊക്കെ വന്നിട്ടുണ്ട്. അതിന് കുറച്ചും കൂടി സേഫ്റ്റി കാണാൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എക്സോസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു അടിപൊളി എക്സോസ്റ്റിൽ വേറെ അപ്ഡേഷൻസ് കാണാനൊന്നും വരുത്തിയിട്ടില്ല. ചെറിയൊരു കാർബൺ ഫൈബർ ടച്ചും കാരണമെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫൂട്രസ്റ്റ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഏകദേശം അലുമിനിയം ഫൂട്രസ്റ്റ് വന്നിട്ടുള്ളത്. നമുക്ക് റിയർ ഫൂട്രസ്റ്റൊക്കെ റിട്രാക്റ്റബിൾ കാരണമാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഗ്രാബ് റെയിലൊക്കെ നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആയ രീതിയിലുള്ള ഒരു ഗ്രാബ് റെയിലാണ് വന്നിട്ടുള്ളത്. ഐ മീൻ കുറച്ചും കൂടി നമുക്ക് സ്ട്രോങ് രീതിയിൽ ഒരു ഗ്രാബ് റെയിൽ വന്നിട്ടുള്ളത്. പിന്നെ സീറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു സിംഗിൾ സീറ്റാണ് വന്നിട്ടുള്ളത്. സ്പ്ലിറ്റ് സീറ്റ്സ് എല്ലാം വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് റിയർ ഷോക്കപ്സ് ഒക്കെ ഐ മീൻ സസ്പെൻഷൻ ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. നമുക്ക് റിയർ ഡിസ്ക് ബ്രേക്ക് നോക്കുമ്പോൾ തന്നെ 220 mm ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. ടയർ പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ 140/70 18 ഇഞ്ച് ടയേഴ്സും കാരണമൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റിയർ ടയർ ഹഗ്ഗറും കാരണമെല്ലാം വന്നിട്ടുണ്ട്. എസ്പെഷ്യലി നമുക്ക് MT ബാഗൊക്കെ ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ബാക്ക് ഡിസൈൻ. എസ്പെഷ്യലി MT ഓവറോൾ നേക്കഡ് ഒരു കിടു ലുക്ക് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ടെയിൽ ലൈറ്റ്സ് ഒക്കെ നോക്കുമ്പോൾ തന്നെ LED ടെയിൽ ലൈറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നോർമലി ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ 2 സൈഡ്സിലും റിഫ്ലക്റ്റേഴ്സ് കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇത് നേരത്തെ പറയുമ്പോൾ തന്നെ നമുക്ക് സ്വിംഗ് ആം നോക്കുമ്പോൾ തന്നെ ഭയങ്കര സ്ട്രോങ് ആയ അലുമിനിയം സ്വിംഗ് ആമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയ സാരി പ്രൊട്ടക്ഷൻ ഗാർഡ്സും കാണാനെല്ലാം കൊടുത്തിട്ടുണ്ട്. ഓവറോൾ MT നോക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം നല്ല അടിപൊളി ഡിസൈൻസും കാണാൻ കേട്ടോ ഓവറോൾ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സൈഡ്സിലൊക്കെ ചെറിയ ഈ സൈഡ് ക്യാബ് കൗളിങ്ങിലൊക്കെ ചെറിയൊരു ഡിസൈനിങ് ആണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ കാണുമ്പോൾ നമുക്ക് എന്താ ശരിക്കും ഒരു നല്ലൊരു ബീസ്റ്റ് ലുക്ക് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നമുക്ക് ഇതിൽ എസ്പെഷ്യലി എടുത്ത് പറഞ്ഞൊരു കാര്യം, സീറ്റായിട്ട് 810 മീറ്ററാണ്. ഐ മീൻ നമുക്കൊരു 5.7 ഇഞ്ചൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു കംഫർട്ടും റൈഡിംഗ് പോസ്റ്റൊക്കെ അടിപൊളിയാണ്. എസ്പെഷ്യലി നമുക്ക് ഒരു ഭയങ്കര വൈഡായിട്ട് ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമുക്ക് ഫൂട്ടൊക്കെ ഈസിലി നമുക്ക് വെക്കാൻ പറ്റുന്ന ഒരു സീറ്റ് ഹൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സീറ്റ് ഹൈറ്റ് നോക്കുമ്പോൾ തന്നെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവർക്കും കംഫർട്ടബിളി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. വെയിറ്റ് നോക്കുമ്പോൾ തന്നെ 141 കിലോഗ്രാമാണ് വെയിറ്റ് വന്നിട്ടുള്ളത്. വെയിറ്റ് നമുക്ക് അത്യാവശ്യം നമുക്കൊരു ഓവർ വെയിറ്റും കാരണമൊന്നുമല്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ടാങ്കൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ല വൈഡായ ബ്രോഡായ ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഫ്യൂവൽ ഇഞ്ചക്ഷനാണ് വന്നിട്ടുള്ളത്. 10 ലിറ്റേഴ്സാണ് ഫ്യൂവൽ ടാങ്ക് കപ്പാസിറ്റി വന്നിട്ടുള്ളത്. പിന്നെ ടാങ്കിന് 2 സൈഡ്സിൽ 2 സ്കൂപ്പിംഗ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ ബെൻസും കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഗ്രാഫിക്സ് കാണാനെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനൊക്കെ നോക്കുമ്പോൾ തന്നെ ലിക്വിഡ് കൂൾഡ് 4 സ്ട്രോക്ക് SOHC എഞ്ചിനാണ് വന്നിട്ടുള്ളത്. 155 cc എഞ്ചിൻ വന്നിട്ടുള്ളത്. മാക്സിമം പവർ വന്നിട്ടുള്ളത് 18.4 PS അതുപോലെ തന്നെ മാക്സിമം ടോർക്ക് വന്നിട്ടുള്ളത് 14.1 Nm ടോർക്കാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 6 സ്പീഡ് ട്രാൻസ്മിഷനാണ് ഗിയർ ബോക്സ് വന്നിട്ടുള്ളത്. പിന്നെ ഇലക്ട്രിക് സ്റ്റാർട്ട് മാത്രമേ അവൈലബിൾ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൽ ടാങ്കിൻ്റെ അവിടെ തന്നെയാണ് ഇതിൻ്റെ ഐ മീൻ നമ്മുടെ ഇഗ്നിഷൻ കാണാനെല്ലാം വന്നിട്ടുള്ളത്. പിന്നെ ഡ്യുവൽ ആക്സിലേറ്റർ കേബിളാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ എഞ്ചിൻ കിൽ സ്വിച്ച് വന്നിട്ടുണ്ട്. സെൽഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഹാൻഡിൽ ബാർ നോക്കുമ്പോൾ തന്നെ ഒരു സിംഗിൾ ഹാൻഡിൽ ബാറാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും അടിപൊളി കാര്യത്തിൻ്റെ റൈഡിങ് പൊസിഷൻ നമുക്ക് അടിപൊളിയാണ് കേട്ടോ. മീൻസ് നമുക്ക് ഭയങ്കര ഈസിലി കംഫർട്ടബിൾ. കുറച്ചുകൂടി വൈഡ് ഹാൻഡിൽ ബാർ ആണെങ്കിൽ കൂടിയും പക്ഷേ ഈസിലി പൊസിഷൻ ആണെങ്കിലും സീറ്റ് ഹൈറ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്.
പിന്നെ നമുക്ക് ഇവിടെ ഹോൺ സ്വിച്ച്, ഇൻഡിക്കേറ്റേഴ്സ്, മറ്റേ ഡിമ്മും ബ്രൈറ്റ്, പാസ് സ്വിച്ച് എല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് മീറ്റർ കൺസോൾ നോക്കുമ്പോൾ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. അതിൽ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഇൻഡിക്കേഷൻസ് ഒക്കെ ഉണ്ട്, ABS-ൻ്റെ ഉണ്ട്, ഫ്യൂൽ ഇൻഡിക്കേഷൻ ഉണ്ട്, ഫുൾ ഡിജിറ്റൽ മീറ്ററാണ്, ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ, ഓഡോമീറ്റേഴ്സിൻ്റെ, ട്രിപ്പ് മീറ്ററിൻ്റെ ആവറേജ്, മൈലേജ് കാണാനെല്ലാം കാണിക്കും. പിന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ടൈം കാണിക്കും. അതുപോലെ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമുക്ക് ഇവിടുത്തെ റീസെറ്റ് ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആവുന്നതാണ്. ഇപ്പോൾ നോർമലി നമുക്ക് എല്ലാ വണ്ടിയിലും വരുന്നൊരു ഫീച്ചർ തന്നെയാണ് സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് കാണാനെല്ലാം വരുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് ഗിയറിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സൈഡ് സ്റ്റാൻഡ് എൻഗേജ് ആയിരിക്കുന്നെങ്കിൽ വണ്ടി മൂവ് ആവുന്നില്ല. സോ അതൊരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ട്രാക്ഷൻ കൺട്രോൾ, ABS, പിന്നെ സൈഡ് സ്റ്റാൻഡ്, അങ്ങനെ കുറേ സേഫ്റ്റി കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. MT-15 എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. നോർമലി എല്ലാവരും കണ്ട വണ്ടിയാണ്. സോ ഇന്ന് നമുക്ക് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പാലയൂർ മോട്ടോഴ്സ് യമഹ ആണ് വണ്ടി തന്നിരിക്കുന്നത്. വാഴക്കോട് ഭാഗത്തുള്ള പാലയൂർ മോട്ടോഴ്സാണ് വണ്ടി തന്നിരിക്കുന്നത്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. ഇറ്റ്സ് മീ ഇന്ദ്രി സൈനിങ് ഓഫ്. ബൈ.